ബീഹാർ സംസ്ഥാനത്തെ ബോധ്ഗയയിൽ നിന്നും നന്നേ പുലർച്ചെ പുറപ്പെട്ടതാണ് ഞങ്ങൾ. കൊൽക്കത്തയിലേക്കാണ് യാത്ര. ഏതാണ്ട് 500ഓളം കിലോമീറ്റർ 9 മണിക്കൂർ 45 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ചാണ് ഇപ്പോൾ ഹൗറയിൽ എത്തിയിരിക്കുന്നത്. ദാൽഖോല ബെക്ലി റോഡാണിത്. ബെൻഘോറിയ എക്സ്പ്രസ് വേ. പ്രസിദ്ധമായ ഹൂഗ്ലി നദിയുടെ മുകളിലൂടെ പോകുന്ന ഹൗറ കൊൽക്കത്ത പാലം. കൊൽക്കത്തയുടെ ഐക്കോണിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന മഞ്ഞ ടാക്സികൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. വിശാലമായൊരു മൈതാനം കാണുന്നു. ഓരങ്ങളിൽ പടർന്നു നിൽക്കുന്ന വലിയ വൃക്ഷങ്ങൾ. അവയുടെ ശീതളിമയിൽ ചിലർ വിശ്രമിക്കുന്നു. മൈതാനത്തിൻ്റെ മറുഭാഗത്തായി നഗരത്തിൻ്റെ പുതിയ മുഖം കാണാം. ഉയർന്നു നിൽക്കുന്ന ബഹുനില മന്ദിരങ്ങൾ. റോഡിന് ഇരുവശത്തുമായി തണൽ വൃക്ഷങ്ങൾ. സന്ധ്യയോടടുക്കുന്നു. അതുകൊണ്ട് തന്നെ തിരക്ക് ഇനിയും കൂടാനാണ് സാധ്യത. നഗരവളർച്ചയിൽ ഇനിയും നശിപ്പിക്കപ്പെടാതെ കിടക്കുന്ന തണൽ വൃക്ഷങ്ങൾ. തുടർച്ചയായി 10 മണിക്കൂറോളം ഡ്രൈവ് ചെയ്തതിൻ്റെ ക്ഷീണം മാറ്റണം, വിശ്രമിക്കണം. കാറിൻ്റെ സോഫ്റ്റ്വെയർ പല പ്രാവശ്യമായി ഉപദേശിക്കുന്നു. 4 മണിക്കൂറിലധികമായി തുടർച്ചയായി ഡ്രൈവ് ചെയ്യുന്നു, വിശ്രമിക്കൂ എന്ന്. താമസസ്ഥലം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അത് കണ്ടുപിടിക്കണം. അതിനായുള്ള യാത്രയിലാണ്. അടുത്ത പ്രഭാതം കൊൽക്കത്തയിലെ പല്ലിഗഞ്ച് എന്ന സ്ഥലത്താണ് സ്റ്റേ ചെയ്യുന്നത്. പുലർച്ചെ തന്നെ തെരുവിലൂടെ നടക്കുകയാണ്. ദക്ഷിണേശ്വർ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. താമസ സ്ഥലത്ത് കാർ പാർക്ക് ചെയ്ത് മെട്രോയിൽ പോകുവാനായാണ് തീരുമാനിച്ചത്. അമ്മ മെട്രോയിൽ കയറിയിട്ടില്ല. അമ്മയുടെ ആദ്യ മെട്രോ യാത്രയാണ്. ചെറിയ ചെറിയ തെരുവ് കച്ചവടക്കാർ. ബാംഗ്ലൂരിലെ ഏതോ തെരുവിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് തോന്നുന്നു. ഭാഷയുടെയും ഭക്ഷണ രീതിയുടെയും വ്യത്യാസമൊഴിച്ചാൽ ഏതാണ്ട് ഒരേ രീതിയാണ്. തിരക്ക് കൂടി വരുന്നതേയുള്ളൂ. കൽക്കത്ത വിശാലമായി കാണാൻ ദിവസങ്ങൾ തന്നെ വേണ്ടിവരും. 2 ദിവസം കൊണ്ട് ഒന്നും കാണുവാനാവില്ല എന്ന് എനിക്കറിയാം. മെട്രോയിൽ ആദ്യമായി കയറുന്നതിൻ്റെ ത്രില്ലാണ് അമ്മ. തെരുവുകളിൽ ലഘുഭക്ഷണ കച്ചവടക്കാർ. തിരക്കിട്ട് ഡ്രസ് ചെയ്ത് തെരുവിലിറങ്ങി ഇത്തരം കടകളിൽ നിന്നും എന്തെങ്കിലും ചെറുതായി കഴിച്ച് മെട്രോയിലും ബസ്സിലുമൊക്കെയായി ജോലി സ്ഥലത്തേക്ക് പോകുന്ന ആളുകൾ ഇവിടെ സ്ഥിരം കാഴ്ചയാണ്. മെട്രോ സ്റ്റേഷനിലെ എസ്കലേറ്ററിൽ വളരെ പരിചയഭാവത്തിലാണ് അമ്മ കയറുന്നതും ഇറങ്ങുന്നതുമൊക്കെ. ഈ ഒരു പ്രായത്തിലും പുതുതലമുറയുടെ ഇത്തരം സംവിധാനങ്ങൾക്കൊപ്പം നീങ്ങുവാൻ സാധിക്കുന്നത് ഒരു അനുഗ്രഹം തന്നെയല്ലേ? ഏതോ ട്രെയിൻ വന്നതിൻ്റെ തിരക്കാണ്. എല്ലാവർക്കും ധൃതിയാണ്. ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ സമയമില്ല. ട്രെയിനിൽ നിന്നും ഇറങ്ങി ഓടുകയാണ്. ആ തിരക്കിനെതിരെ ഞങ്ങൾക്ക് സഞ്ചരിക്കേണ്ട മെട്രോയുടെ ട്രാക്കിനരികിലേക്കാണ് ഞങ്ങൾ നടക്കുന്നത്. നല്ല തിരക്ക്. ട്രെയിൻ വരുമ്പോഴും പോകുമ്പോഴും ഇങ്ങനെയാണ്. പിന്നീട് ആരും ഉണ്ടാവുകയില്ല. വിജനം. അടുത്ത ട്രെയിൻ വരുമ്പോൾ വീണ്ടും ഇതേപോലെ തിരക്ക്. ഞങ്ങൾക്ക് പോകേണ്ട മെട്രോയ്ക്കായി കാത്തിരിക്കുകയാണ്. ചെറിയ സ്ക്രീനിൽ ട്രെയിൻ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയൊക്കെ അറിയിച്ചുകൊണ്ടുള്ള വീഡിയോ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പോവേണ്ട മെട്രോ എത്തി. തിരക്കിനുള്ളിലൂടെ എങ്ങനെയോ ഉള്ളിൽ കയറിപ്പറ്റി. തൻ്റെ ആദ്യ മെട്രോ യാത്ര ആസ്വദിക്കുകയാണ് അമ്മ. വിൻഡോയിലൂടെ നഗരക്കാഴ്ചകൾ മങ്ങിയാണെങ്കിലും കാണാം. നഗര കെട്ടിടങ്ങൾ. നഗരഹൃദയത്തിലൂടെ തിരക്കില്ലാതെ സഞ്ചരിക്കുവാൻ തയ്യാറാക്കിയിട്ടുള്ള യാത്രാ സംവിധാനമാണ് മെട്രോ. ഇന്ന് മെട്രോ നഗരജീവിതത്തിലെ ഒഴിവാക്കാൻ സാധിക്കാത്ത
ഘടകമായി മാറിയിരിക്കുന്നു. ഓരോ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പും ശേഷവും എത്തുന്ന സ്റ്റേഷനെപ്പറ്റി അറിയിപ്പുണ്ടാവും. അത് കേട്ട് ഇറങ്ങുവാൻ തയ്യാറായാൽ മതി. ബരാനഗർ സ്റ്റേഷനാണ് ഇത്. തിരക്കൽപ്പം കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കിറങ്ങേണ്ട ദക്ഷിണേശ്വർ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയിരിക്കുന്നു. അമ്മയ്ക്ക് യാതൊരു അപരിചിതത്വവുമില്ല. എല്ലാം അറിയുന്ന ഭാവത്തിലാണ് നടപ്പും എടുപ്പും എല്ലാം. പക്ഷേ ഇവിടെ കുടുങ്ങിപ്പോയി. പുള്ളിക്കാരത്തിക്ക് ഇതിൻ്റെ രീതി പിടികിട്ടിയില്ല. അതാണ് കുഴപ്പമായത്. പക്ഷേ വിദഗ്ധമായി അത് മാനേജ് ചെയ്ത് പുറത്തിറങ്ങി. ദക്ഷിണേശ്വർ സ്റ്റേഷനാണിത്. ഇവിടെ റെയിൽവേയും മെട്രോയും അടുത്തടുത്താണ്. ഇവിടെ അടുത്തു തന്നെയാണ് മഹാകാളി ടെമ്പിൾ. ഞങ്ങൾ സ്റ്റെപ്പ് കയറി ടെമ്പിളിലേക്കുള്ള വഴിയെ സഞ്ചരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റേതെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള മകുടം റെയിൽവേയുടേതാണ്. ദക്ഷിണേശ്വർ മെട്രോയും റെയിൽവേ സ്റ്റേഷനും ഒരേ ബിൽഡിങ്ങിൻ്റെ രണ്ടു വശത്തുമായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വളരെ സൗകര്യമായി തോന്നി. രണ്ടിലും മാറുമാറി യാത്ര ചെയ്യേണ്ടവർക്ക് എളുപ്പമാണല്ലോ. മന്ദിരത്തിൻ്റെ മകുടം കാണും. കൊൽക്കത്തയിൽ പ്രസിദ്ധമായ കാളിക്ഷേത്രമാണിത്. ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ റാണി രാഷ്മോണിയാണ് ഈ ക്ഷേത്രം അക്കാലത്ത് നിർമ്മിച്ചത്. ജഗദീശ്വരി കാളി എന്നാണ് അന്ന് ഇത് അറിയപ്പെട്ടിരുന്നത്. മുഖ്യ പുരോഹിതനായിരുന്ന രാംകുമാർ ചതോപാധ്യായയുടെ മരണശേഷം ശ്രീരാമകൃഷ്ണ പരമഹംസരും ഭാര്യ ശാരദാദേവിയും ആ സ്ഥാനം ഏറ്റെടുത്തു. ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്തുള്ള ഒരു ചെറിയ മുറിയിലാണ് അവർ താമസിച്ചിരുന്നത്. ഇപ്പോൾ അത് അവർക്കായി സമർപ്പിച്ചിരിക്കുന്ന ആരാധനാലയമാണ്. ക്ഷേത്രത്തിലേക്ക് ഒരു നടപ്പാത നിർമ്മിച്ചിരിക്കുന്നു. നടപ്പാതയുടെ നടുവിലായി കരകൗശല വസ്തുക്കളുടെയും ക്ഷേത്രപൂജയ്ക്കാവശ്യമായ സാധനങ്ങളുടെയും കൊച്ചു കൊച്ചു കടകളാണ്. പല കടകളും തുറന്നു വരുന്നതേയുള്ളൂ. ക്ഷേത്രദർശനം കഴിഞ്ഞ് ധാരാളം ആളുകൾ വരുന്നുണ്ട്. ഈ ഒരു സംവിധാനം നല്ലതായി തോന്നി. ട്രെയിനിലും മെട്രോയിലും വരുന്നവർക്ക് നഗര തിരക്കുകളിൽപ്പെടാതെ സാധനങ്ങൾ വാങ്ങി ക്ഷേത്ര ദർശനം നടത്താമല്ലോ. അമ്മയും ഭാര്യയും ദേവിക്ക് അർച്ചിക്കാനുള്ള ചുവന്ന പുഷ്പങ്ങളുമായി ക്ഷേത്രം ലക്ഷ്യമാക്കി നടക്കുകയാണ്. ബംഗാൾ വാസ്തുവിദ്യയിലെ നവരത്ന ശൈലിയിൽ 9 ഗോപുരങ്ങളിൽ 3 നിലകളിലായി തെക്കോട്ട് ദർശന രീതിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഉയർന്ന പടികൾ കയറി ചെല്ലുന്നിടത്ത് സ്ഥാപിച്ച ഒരു പ്ലാറ്റ്ഫോമിലാണ് പ്രതിഷ്ഠ. പ്രധാന ക്ഷേത്രത്തിനടുത്തായി കിഴക്കോട്ട് ദർശനമായി 12 സമാന ശിവക്ഷേത്രങ്ങളും നിരനിരയായി നിർമ്മിച്ചിരിക്കുന്നു. വടക്ക് കിഴക്കായി വിഷ്ണു ക്ഷേത്രം. ക്ഷേത്രത്തിനുള്ളിൽ ക്യാമറ പ്രവേശിപ്പിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഉൾക്കാഴ്ചകൾ സാധ്യമല്ല. മനോഹരമായും വൃത്തിയായും സൂക്ഷിച്ചിരിക്കുന്ന പരിസരം. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയാണ്. മെട്രോ സ്റ്റേഷനിലേക്ക് പോകാൻ ക്ഷേത്ര പരിസരത്ത് നിന്നും ഒരു ലിഫ്റ്റുണ്ട്. ക്ഷേത്ര ദർശനത്തിന് പോകുന്നവരും ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്നവരും. ലിഫ്റ്റ് കയറി ചെല്ലുന്നിടത്ത് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഒരു ഛായാചിത്രം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരു ടണലിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന മേൽപ്പാലമാണിത്. നടുഭാഗത്തായി കടകൾ. അവിടെ നിന്നും ഒരു മെട്രോയിൽ കയറി എക്സ്പ്ലനേഡ് എന്ന സ്ഥലത്തിറങ്ങി തെരുവ് കച്ചവടക്കാർക്കിടയിലൂടെ നടക്കുകയാണ്. ട്രാമിൽ കയറണം. ഇവിടെ വന്നിട്ട് ട്രാമിൽ കയറിയില്ലെങ്കിൽ എങ്ങനെയാണ് കൊൽക്കത്ത കാഴ്ചകൾ പൂർണ്ണമാവുക? നടപ്പാതയുടെ ഇരുവശങ്ങളിലും കച്ചവട സ്ഥാപനങ്ങൾ. ചെറിയ മുട്ടുസൂചി മുതൽ എല്ലാം ലഭ്യം. പ്രത്യേകിച്ചും തുണിത്തരങ്ങൾ.
ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്ന സ്ഥലമാണ് കൊൽക്കത്ത. 1911 തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളിൽ കൊൽക്കത്തയുടെ സ്ഥാനം വളരെ വലുതാണ്. ജനസാന്ദ്രത കൂടിയ പ്രദേശം. 1773 മുതൽ 1911 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്ന നഗരമാണിത്. ട്രാം സർവീസ് ലൈനുകളാണ് ഈ കാണുന്നത്. ഒരു ട്രാം നഗരത്തിരക്കുകൾക്കിടയിലൂടെ ഒഴുകി നീങ്ങുന്നത് അതിശയത്തോടെ, എന്നാൽ ഗൃഹാതുരത്വത്തോടെ ഞാൻ നോക്കി നിന്നു. ഞങ്ങൾ തിരക്കിനുള്ളിലൂടെ ട്രാം സർവീസ് തുടങ്ങുന്ന സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. മഞ്ഞ ടാക്സികൾ, ട്രാം, ഇതൊക്കെ കൊൽക്കത്തയുടെ മാത്രം പ്രത്യേകതകളാണ്. ഒരു വിധത്തിൽ അമ്മയുമായി റോഡ് ക്രോസ് ചെയ്ത് ട്രാം സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. എക്സ്പ്ലനേഡ് എന്ന സ്ഥലമാണ് ഇത്. നേരെ കാണുന്ന സ്ഥലത്തു നിന്നാണ് ട്രാം തുടങ്ങുന്നത്. ഒരു ട്രാം പോകുവാൻ റെഡിയായി നിൽക്കുന്നു. വെസ്റ്റ് ബംഗാൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് ഈ സർവീസ് ഇപ്പോൾ നടത്തുന്നത്. ഞങ്ങൾ അതിനുള്ളിൽ കയറി. ബ്രിട്ടീഷുകാരുടെ കാലത്തെ നിർമ്മിതി തന്നെയാണിതെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അത്ര പഴക്കം ഈ ട്രാമിനുണ്ട്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയെ കാണുന്ന അതിശയവും ഉത്കണ്ഠയുമാണ് എനിക്ക്. ഞാൻ ട്രാമിനുൾവശം ഒന്ന് നടന്ന് കാണുകയാണ്. തുരുമ്പ് പിടിച്ച് നാശോന്മുഖമായിരിക്കുന്നു. ചെറുപ്പക്കാരാരും തന്നെ ഇതിൽ യാത്ര ചെയ്യാനായി കാണുന്നില്ല. പലരും മധ്യവയസ്സ് കഴിഞ്ഞവർ. ഡ്രൈവർ ക്യാബിനിൽ ഒരു വലിയ ഇരുമ്പ് വളയം. അത് ഒരു വശത്തായി ജനലിന് അഭിമുഖമായി സ്ഥാപിച്ചിരിക്കുന്നു. ഏതൊക്കെയോ ഗിയറുകൾ, പാഴ്വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ജങ്ക് റൂം പോലെ തോന്നിച്ചു. യാത്രക്കാരെയും പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയാണ് ട്രാം. ട്രാമിനോളം തന്നെ പഴക്കം തോന്നിക്കുന്ന ഒരു കണ്ടക്ടർ. ട്രാം മെല്ലെ കിതച്ചുകൊണ്ട് നീങ്ങുകയാണ്. യാത്രക്കാർ വഴിയിൽ നിന്നും കയറുന്നു. നഗരത്തിരക്കുകൾക്കിടയിലൂടെ ചുമച്ചും കുറച്ചും കിതച്ചും തന്നിലെ യൗവനം ഇനിയും ചോർന്നു പോയിട്ടില്ല എന്ന് സമൂഹത്തെ അറിയിച്ചുകൊണ്ട് മെല്ലെ നീങ്ങുകയാണ് ട്രാം. ഡ്രൈവർ ക്യാബിനുള്ളിലെ കാഴ്ചയാണിത്. തുരുമ്പ് പിടിച്ച അഴികൾക്കുള്ളിലൂടെ നഗരത്തിലെ പഴയ തെരുവുകൾ ഞാൻ കാണുന്നു. ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഏതോ നഗരത്തിലൂടെയാണോ എന്ന് സ്വയം ചിന്തിച്ചു പോകുന്നു. ഒരാൾ ഓടി വന്ന് കയറി. ഡ്രൈവർ ഏതൊക്കെയോ ലിവർ ആയാസപ്പെട്ട് ഇടുന്നുണ്ട്. കുട്ടനാടൻ തോടുകളിലൂടെ ചെറുവള്ളത്തിൽ സഞ്ചരിക്കുമ്പോൾ പുഴയോരത്തുള്ളവർ വള്ളക്കാരനുമായി കുശലം പറയാറുണ്ടല്ലോ. നാട്ടുകാരോടൊക്കെ കുശലം പറഞ്ഞാണ് ഡ്രൈവർ ട്രാം ഓടിക്കുന്നത്. ഹോണടിയില്ല, ബെല്ലടിയാണ്. കാലിലാണ് ബെല്ല് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. തിരക്കുകൾ കൂടുന്ന ഇടങ്ങളിൽ ഡ്രൈവർ കാൽ ചവിട്ടി ബെല്ലടിക്കുകയും ഓയ് ഓയ് എന്ന് ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പുരോഗമനം എന്തെന്നറിയാത്ത തെരുവുകൾ, ആളുകൾ, വളരെ പഴയ കെട്ടിടങ്ങൾ, പലതും ഇടിഞ്ഞു വീഴാറായവ, പ്ലാസ്റ്റിക് ഷീറ്റിട്ട് വിരിച്ച വാതിലുകൾ, മേൽക്കൂരകൾ. ചില സ്ഥലങ്ങളിൽ നിന്നും സ്ഥിരയാത്രക്കാരെന്ന് തോന്നുന്നവർ കയറുന്നുണ്ട്. ചെറിയ ചെറിയ ഇടവഴികളിലൂടെയാണ് യാത്ര. ഒട്ടുമിക്ക വാഹനങ്ങളും പഴയവ. കാലം ഒരു 100 വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോയതുപോലെ. ഡ്രൈവർ നീണ്ട മണിയടിച്ചുകൊണ്ട് ട്രാം ഓടിക്കുകയാണ്. അമ്മയും ഭാര്യയും കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തെരുവോരത്ത് ജീവിതം തീർക്കുന്നവർ. സൈക്കിൾ റിക്ഷകൾ. ഇന്നൊരു പക്ഷേ മനുഷ്യർ ചവിട്ടുന്ന സൈക്കിൾ റിക്ഷയുള്ള ഏക സ്ഥലം കൽക്കത്തയാവാം. ഈ തെരുവ് കാഴ്ചകൾ എന്നെ തെല്ലൊന്നുമല്ല ചിന്തിപ്പിക്കുന്നത്. ഈ തെരുവുകളിൽ ജീവിതമുണ്ട്. അന്നന്നത്തെ ദിവസം തള്ളി നീക്കുവാനായി കഷ്ടപ്പെടുന്ന ജനങ്ങൾ. നമ്മൾ പലപ്പോഴും നമ്മൾക്ക് ലഭിച്ച ഈ ജീവിതത്തിൽ തൃപ്തിയാവാതെ മുകളിലേക്ക് മാത്രം നോക്കി ജീവിക്കുന്നവരാണ്. താഴെ, എത്രയോ താഴെ ഇങ്ങനെയും ജനങ്ങൾ ജീവിക്കുന്നുവെന്ന് ഓർക്കുക.
ട്രാമിൽ യാത്ര ചെയ്യുന്നവരുടെ മുഖഭാവം ശ്രദ്ധിക്കുക. ചിരിക്കുന്ന, സന്തോഷിക്കുന്ന മുഖം കാണാനാവുന്നുണ്ടോ? വഴിമുടക്കി നിൽക്കുന്ന ഓട്ടോറിക്ഷ, അതിനിടയിലൂടെ കഷ്ടപ്പെട്ടാണ് ഡ്രൈവർ ട്രാം ഓടിക്കുന്നത്. ട്രാമിന് ഇരുവശങ്ങളിലൂടെയും വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ അവയിൽ തട്ടാതെ വളരെ ശ്രദ്ധിച്ചാണ് ഡ്രൈവർ ഓടിക്കുന്നത്. ട്രാക്കിലൂടെയാണ് ട്രാം സഞ്ചരിക്കുന്നതെങ്കിലും ട്രാക്കിന് മുകളിലൂടെ മറ്റു വാഹനങ്ങൾ നീങ്ങുന്നതിനാൽ ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് ഓടിക്കുവാൻ. കുറച്ചു നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എൻ്റെ വലതുവശത്തായി ഒരു പയ്യൻ. അവൻ്റെ ചലനങ്ങളിലെ പ്രത്യേകതകൾ. സംസാരശേഷിയില്ലാത്ത ആളാണെന്ന് തോന്നുന്നു. ആരോടോ ഫോണിലൂടെ സംസാരിക്കുകയാണ് ആംഗ്യഭാഷയിൽ. ഒടുവിൽ ചിരിക്കുന്ന, സന്തോഷിക്കുന്ന ഒരു മുഖം അവനിൽ ഞാൻ കണ്ടു. ഞങ്ങൾ ട്രാമിൽ നിന്നും ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യുകയാണ്. അമ്മയ്ക്കും ഭാര്യയ്ക്കും സാധനങ്ങൾ വാങ്ങണം. അതിനായുള്ള അന്വേഷണത്തിലാണ്. പാർക്കിനും റോഡിനും ഇടയിലുള്ള നടപ്പാതയിലൂടെ നടക്കുകയാണ്. ഒരു ട്രാം നിരങ്ങി നീങ്ങുന്നുണ്ട്. പഴയ കെട്ടിടങ്ങൾക്ക് പുറകിലായി പുതിയ ബഹുനില മന്ദിരങ്ങൾ, ബാഗുകളും മറ്റും വിൽക്കുന്ന തെരുവുകൾ, തുണിത്തരങ്ങൾ വിൽക്കുന്ന തെരുവ്. ഫുട്പാത്താണ് കച്ചവട തെരുവായി മാറിയിരിക്കുന്നത്. പല കടകളിലും കയറിയിറങ്ങി സാധനങ്ങൾ തേടുകയാണ് അമ്മയും ഭാര്യയും. അങ്ങനെ നഗര തിരക്കുകളിൽ അലിഞ്ഞു ചേർന്ന് ഞാനും.